വേണുഗോപാൽ മാധ്യമങ്ങൾ കാണുന്നു. സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേടിയെടുത്ത വലിയ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒരിക്കൽ കൂടി അങ്ങേയറ്റം തുറന്ന മനസ്സോടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടി വേണ്ടി അഭിനന്ദിക്കാനും എല്ലാവിധമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ 14 DCCകളും ആ DCCകളുടെ കൂടെയുള്ള കോർ കമ്മിറ്റികളും നേതാക്കന്മാരായിരുന്നവരും അവർ അഹോരാത്രം കഷ്ടപ്പെടുകയും പാടുപെടുകയും ചെയ്തിട്ടുള്ളതിന് പിന്നിലും ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സാധിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും. വളരെ ചിട്ടയായിട്ടുള്ള കൃത്യനിഷ്ഠയോടുകൂടിയിട്ടുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും ക്യാമ്പയിനിങ്ങിലും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. KPCC കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട്, അത് സുധാകരൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പം പ്രിയപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് കൂടി വിജയമാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വിജയം സമ്മാനിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനം വെറുത്തൊരു സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഇത്രമാത്രം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓരോ പ്രവർത്തനങ്ങളിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ള കാര്യമാണ്. നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സറണ്ടർ മൂഡിലായിരുന്നു കേന്ദ്രവുമായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വിജയം BJP നേടിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ ആഹ്ലാദമൊന്നുമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ നേടാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അതാരുണ്ടാക്കിയതാണ്? തൃശ്ശൂരിലത്തെ തൃശ്ശൂർ പാർലമെൻറ്റിലേക്ക് ഒരു അംഗത്തെ BJPക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ മാത്രമല്ല, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി വരെ, CPI സ്ഥാനാർത്ഥി വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും. കാര്യം അവരുടെ നിലപാടുകൾ എങ്ങനെയാണ്? ഇപ്പോൾ PM ശ്രീയും ലേബർ കോഡും ദേശീയപാത അഴിമതികളൊന്നും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ CPM അണികൾക്ക് പോലും ചിന്തയുണ്ടാക്കിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായ സമീപനം BJPയോട് നേതാക്കന്മാർ സ്വീകരിക്കുമ്പോൾ പിന്നെ അവർക്കെന്താ സ്വീകരിക്കാത്തത്? അതുകൊണ്ടാണ് CPMൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒലിച്ചു പോയത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മോഡി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക. ഇതാണ് നയം. പാർട്ടിയുടെ നയം എന്തായിക്കോട്ടെ, സർക്കാരിൻ്റെ നയം ഇതാണ് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അതുമൂലം CPMൻ്റെ പ്രവർത്തകർക്ക് BJPയോട് അടുക്കുന്നതിനോ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒരു മടിയില്ല. അവസരത്തിനൊത്ത് നയം മാറേണ്ടതല്ല രാഷ്ട്രീയ നയങ്ങൾ. അതിൻ്റെ ഫലമാണ് തൃശ്ശൂർ പാർലമെൻറ്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി BJP കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തു വന്നാലും ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറയുന്ന സമീപനമാണ്. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോഴും 19 മുതൽ നടക്കുന്ന ആ കൊള്ളയെ പ്രോത്സാഹിപ്പിച്ചത് CPM നയിക്കുന്ന ദേവസ്വം ബോർഡാണ്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് ആരെയും കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പോൾ അവരെ ഹൈക്കോടതി കണ്ടുപിടിച്ച് SIT അറസ്റ്റ് ചെയ്തിട്ടും ആ പ്രതികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്.
മാത്രമല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താമോ നടത്തുകയാണ് ചെയ്തത്. ഇതുപോലെ സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ ഇതാണ് ഇവിടെ നിലപാട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രി ഇപ്പോൾ നിങ്ങൾക്ക് ഡൽഹി മാധ്യമ പ്രവർത്തകർക്കറിയാം, ഇപ്പം നിർമ്മലാ സീതാരാമൻ്റെ കൂടിക്കാഴ്ചയായാലും അമിത്ഷായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്നതിനൊരു തെറ്റുമില്ല. പക്ഷേ ആ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള മാനം അതിനുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തുമ്പോൾ ഈ അന്തർധാരകൾ കേരളത്തിലെ ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഈ റിസൾട്ടൊന്ന് നോക്കുകയായിരുന്നു. 2020 941 ഗ്രാമപഞ്ചായത്തുകളിൽ UDF കിട്ടിയത് 321. അത് 2025 ആകുമ്പോൾ 505 UDFിൻ്റെ ടാലി. LDF അന്ന് കിട്ടിയത് 514, ഇപ്പോഴത് 340. BJPക്ക് 2020 കിട്ടിയത് 19 ഗ്രാമപഞ്ചായത്താണ്, ഇപ്പോൾ അത് 26 ഗ്രാമപഞ്ചായത്ത് മാറി. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 38 ബ്ലോക്ക് പഞ്ചായത്ത് UDFന് കിട്ടി 2020. ഇപ്പോൾ അത് 79. LDFന് 108 ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു, അത് 63. BJPക്ക് 20ലും 0, ഇപ്പോഴും 0, ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇല്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14ൽ UDFന് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 10 LDF ആയിരുന്നു, 2 ടാലിയായിരുന്നു. 2025 ആകുമ്പോഴേക്ക് UDFന് 7, LDFന് 7. BJPക്ക് 20ലും 0, ഇപ്പോഴും 0. മുനിസിപ്പാലിറ്റി 86 മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. 2020 UDFന് 39, LDFന് 35, BJPക്ക് 2. ഇപ്പോൾ ഇതാ UDFന് 54, അതായത് 39ൽ നിന്നും 54ലേക്ക് പോയി UDF. LDF 35ൽ നിന്നും 28ലേക്ക് വന്നു. BJPക്ക് 2 മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും 2 തന്നെ. കോർപ്പറേഷൻ 6ൽ UDFന് 2020 ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നു, കണ്ണൂർ കോർപ്പറേഷൻ. ഇപ്പോൾ അത് 4 കോർപ്പറേഷനായി. 5 കോർപ്പറേഷൻ ഭരിച്ചിരുന്ന LDF ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ ഒതുങ്ങി, അതും കടുത്ത മത്സരത്തിലൂടെ. മനസ്സിലാക്കേണ്ടത് BJPക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്. UDFന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും ഗഡ്കരിയും ഒന്നിനൊന്ന് പിറകെ ഒന്നായിട്ട് അണിനിരന്നുകൊണ്ട് കേരളം എന്തോ അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുണ്ടായി. ശരിയാണ്, അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്, ആ വിജയം അവർക്കുണ്ടായതാണ്. ഞാൻ അതിനെ വില കുറച്ചൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ആ കോർപ്പറേഷൻ വിട്ടൊന്ന് മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും അവർക്കില്ല. കേരളത്തിലെ ഗ്രാമ, ജില്ലാ, മുനിസിപ്പൽ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ റിസൾട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. 2020 നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്? അവർക്കുണ്ടായിരുന്ന പന്തളവും പാലക്കാടും അവർക്ക് നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഭൂരിപക്ഷം ഇപ്പോൾ പുതുതായിട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടായിരിക്കും ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്, ഒരു മായാപ്രപഞ്ചം. കേരളം എന്തോ BJPയുടെ കീഴിലേക്ക് പോവുകയാണ് എന്നുള്ള മായാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്, ഇതാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ജോലി, എപ്പോഴും പബ്ലിസിറ്റിയും PR വർക്കും കൊണ്ട് ജനങ്ങളെ അവരുടെ മനോഗതിയെ തിരിക്കാൻ പറ്റുമോ നോക്കുകയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, റിയാലിറ്റി ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അവിടെ ഇവിടെയൊക്കെ ജയിക്കാതിരിക്കുമോ? ഇതുകൊണ്ട് കേരളത്തിലെന്തോ വലിയ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. ശരി, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് BJPക്ക് കളമൊരുക്കി നൽകിയത് മുഖ്യമന്ത്രിയും CPIM ആണെന്നുള്ള അതിനിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉന്നയിക്കുന്നത്.